Abba Love and Cookie Stories. ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ കപ്പ സ്റ്റ്യൂ ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, കഞ്ഞിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെ അങ്ങനെ പല രീതിയിലും ഇത് സെർവ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല, ഈ കപ്പ സ്റ്റ്യൂ കൂട്ടിയിട്ട് നമുക്ക് മീൻകറി ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു പിടി പിടിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം കപ്പയും ഇതുപോലെ ഒരു ഉണ്ണിക്കാമ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഉണ്ട് കേട്ടോ. ഇത് രണ്ടുണ്ടെങ്കിലേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഉണ്ണിക്കാമ്പ് ഞാൻ ആദ്യം ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇനി കപ്പ നമുക്ക് ഇതിൻ്റെ ആ നാര് കൂടാതെ ഇതുപോലെ ഇങ്ങനെ നുറുക്കിയെടുക്കുക. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതെന്നല്ലേ. അപ്പോൾ ഞാൻ ചെറിയൊരു കുക്കറിലോട്ട് ഇത് രണ്ടും കൂടി മിക്സാക്കി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു ചതച്ചരക്കണ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സിയിലിട്ട് അരക്കണതിനേക്കാളും നല്ല ഇതുപോലെ ഇങ്ങനെ ഒരു കുത്തൊരലിലിട്ട് അരക്കുന്നതാണ്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് നല്ല ജീരകം, കുറച്ച് കാന്താരി മുളക്, ഏത് മുളകായാലും മതി. പക്ഷേ കാന്താരി മുളക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റ്യൂവിന് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റാണ്. കാന്താരി മുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, കൂടരുത് കേട്ടോ. നല്ല ജീരകത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റാവും വരിക. അപ്പോൾ ഒരു തുള്ളി നല്ല ജീരകം, അതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അരഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിൽ. ഇനി നമുക്ക് അതിലേക്കായിട്ട് ഒരു അരപ്പുണ്ടാക്കണം. തേങ്ങ മാത്രം നന്നായിട്ട് മിക്സിയിലിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തേങ്ങ കുറച്ചൊന്ന് ചിരകി മാറ്റി വെക്കുന്നുണ്ട്. അധികം വിളവില്ലാത്ത തേങ്ങ ആണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. തേങ്ങയും ചതച്ചതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 2-3 വിസിലൊക്കെ വന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 വിസിലൊക്കെ അടിച്ചപ്പോഴേക്കും നന്നായിട്ട് അലിഞ്ഞ് വെന്തിട്ടുണ്ട്. നല്ല കപ്പയാണ് കേട്ടോ. ഈ ഒരു രീതിയിലുള്ള കപ്പയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അലിഞ്ഞൊരു പരുവത്തിലുള്ള ഒരു തരം കപ്പ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ ഒരു സ്റ്റ്യൂവിന് വളരെ നല്ല. ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഫ്ലെയിം ഓൺ ആക്കി എടുത്ത് അതിലോട്ട് ആ ചതച്ചതും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തോട്ടൊന്നും മിക്സാക്കി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക, ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. ഈ അരപ്പൊക്കെ ചേർത്തിട്ട് ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ കറിവേപ്പിലയും അരപ്പൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്റ്റ്യൂവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കുക. അതിലോട്ടായിട്ടുള്ളൊരു താളിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി 2-3 വറ്റൽമുളക് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്റ്റ്യൂ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്